രാവിലെ നീച്ചപ്പോൾ തന്നെ അടുക്കളയിൽ നിന്ന് നല്ല തട്ടലും മുട്ടലൊക്കെ കേട്ടിട്ടാണ് കേട്ടോ നീച്ചത്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ എന്താ ഇമ്മ നല്ല ബീഫിൻ്റെ എല്ലുണ്ടല്ലോ അതിങ്ങനെ വെട്ടണാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഇമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ എന്താ പരിപാടി വെച്ചപ്പോൾ പറഞ്ഞാൽ നമുക്ക് ചക്ക ഇട്ടുങ്ങാണ്ട് ചക്കയെല്ലാം വെക്കാമെന്നാണ് കേട്ടോ. ഈ പ്ലാവ് പറഞ്ഞാൽ എൻ്റെ വീട് ചെറിയ വീടാണ് കേട്ടോ, 5 സെൻറ്റിലൊരു വീടാണ്. അതിലൊരു മരങ്ങളോ തയ്യാളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ വെഡ് ചെയ്ത തൈ ഉണ്ടല്ലോ അത് വാങ്ങി വെച്ചതാണ് കേട്ടോ, ഉമ്മന്നെ വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരു സാധനം നമ്മുടെ വീട്ടിലേക്ക് വെച്ചിട്ട് ഒരു പച്ചക്കറി ആയിക്കോട്ടെ ഒരു ചെടി ആയിക്കോട്ടെ എന്താണെങ്കിലും അതിലുണ്ടാവുന്ന ഒരു കായോ പൂവോ എന്താണെങ്കിലും നമുക്കത് വിരിഞ്ഞ് കാണുമ്പോഴും ഇങ്ങനെ ഉണ്ടായി കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷമല്ലേ ആൾക്കാർ. ഉമ്മാക്ക് അതേപോലെ കേട്ടോ. ആ പ്ലാവ് വന്ന് ചക്കട്ടപ്പോൾ ഉമ്മാക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ, അതിൽ ചെറിയതാകുമ്പോൾ തന്നെ ചെന്ന് നോക്കും. അതിനെ നോക്കണതൊക്കെ കണ്ടാൽ നമ്മൾ കുട്ടികളെ നോക്കണ പോലെയാണ് കേട്ടോ ഉമ്മ നോക്കുന്നത്. ചെറിയ ചക്കയാണെങ്കിലും ഞങ്ങൾ വിചാരിച്ചിരുന്നു ചുള ഉണ്ടാവും എന്നുള്ളത് കേട്ടോ. അപ്പോൾ മുറിച്ച് നോക്കിയപ്പോൾ നല്ല ചുള ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ പഴുത്താൽ ഒരു ഓറഞ്ച് കളറിൽ വരുന്ന ഒരു ചുള വരുന്ന ഒരു ചക്ക ഉണ്ടല്ലോ, ആ ചക്കയാണ് കേട്ടോ. എന്താണെങ്കിലും ചക്ക കൂട്ടാനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇമ്മാൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മുറിക്കലും നുറുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കഴിക്കാൻ കൂടിയില്ല കേട്ടോ. കാരണം പല്ലുവേദന ആദ്യമേ ഉണ്ടായിരുന്നു. പല്ലുവേദനയൊക്കെ കൂടി പെട്ടെന്ന് എനിക്ക് ഡോക്ടറേക്ക് പോകേണ്ടി വന്നിട്ടോ. അപ്പോൾ ഈ കലാപരിപാടികളൊക്കെ കഴിയണതിൻ്റെ ഇടയിൽ തന്നെ പോയി. പിന്നെ വന്നപ്പോഴത്തേന് എനിക്ക് കഴിക്കേണ്ട ഒരു മൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു.